നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ദിവസവും ശ്രദ്ധിക്കുന്ന ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചകളാണ് നടക്കുന്നത്. സർക്കാർ മാറിയതിന് പിന്നാലെ എന്തൊക്കെയാണ് മാറാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് കൂടുതൽ ഗുണം ലഭിക്കുക, ചിലർക്ക് ആശ്വാസവും ചിലർക്ക് ആശങ്കയും ഉണ്ടാകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. വലിയ പ്രഖ്യാപനം വന്നു, പട്ടിക മാറുന്നു, പുതിയ പരിശോധന ആരംഭിച്ചു എന്നിങ്ങനെ നിരവധി തലക്കെട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് അഭ്യൂഹം, ഇതാണ് വിശദമായി നോക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വാർത്ത കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മാത്രമല്ല, ഭാവിയിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത്യന്തം പ്രധാനമാണ്. കാരണം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ നിരവധി കുടുംബങ്ങളെ ബാധിച്ചേക്കും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ മാറ്റമുണ്ടാകുമോ, പുതിയ പരിശോധനകൾ വരുമോ, അർഹതാ മാനദണ്ഡങ്ങളിൽ ഇളവുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അറിയേണ്ടത് അത്യാവശ്യമാണ്. അടുത്തിടെ സർക്കാർ സംവിധാനങ്ങൾ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിനെ കുറിച്ചും അർഹരായവർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്ന നിലപാടിനെ കുറിച്ചും ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. ഇത് സാധാരണ നടപടിയാണോ അതോ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണോ? ഈ കാര്യവും പരിശോധിക്കാം. ഇതിനിടയിൽ നിരവധി പേർ സേവന പോർട്ടലിലെ വിവരങ്ങൾ പുതുക്കുന്നതിനെ കുറിച്ചും ബയോമെട്രിക് മസ്റ്ററിംഗ് സംബന്ധിച്ചും അന്വേഷിക്കുന്നുണ്ട്. സമയബന്ധിതമായി രേഖകൾ പുതുക്കിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. കാരണം പലരും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണമാണ് പറയുന്നത്. കേരളത്തിലെ പുതിയ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നിലവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ക്ഷേമ പെൻഷൻ 2000 രൂപ തന്നെയാണ്. ഈ തുകയിൽ ഔദ്യോഗികമായി മാറ്റം നിലവിൽ വന്നതായി സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല. അതേസമയം തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായി ഭാവിയിൽ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഭരണത്തിലെ നടപടികളും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അന്തിമ സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ പുതിയ തുക പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നടപടിയും സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് യഥാർത്ഥ അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ രേഖകൾ പരിശോധിക്കുന്ന നടപടിയിൽ വരുമാന വിവരങ്ങൾ, മറ്റ് രേഖകൾ, അർഹതാ മാനദണ്ഡങ്ങൾ എന്നിവ വീണ്ടും വിലയിരുത്താൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ചില മാനദണ്ഡങ്ങൾ കാരണം അർഹരായ ആളുകൾക്കും ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരം മാനദണ്ഡങ്ങളിൽ ചിലത് പരിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ആവശ്യമായ സമയത്ത് പുതുക്കുകയും ചെയ്യേണ്ടത് ഓരോ ഗുണഭോക്താവിന്റെയും ഉത്തരവാദിത്വമാണ്. സേവന പോർട്ടലിൽ ആവശ്യമായ വിവരങ്ങൾ പുതുക്കേണ്ടി വന്നാൽ വൈകാതെ ചെയ്യുന്നത് ഉചിതമാണ്. ബയോമെട്രിക് പരിശോധന, വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും ശരിയാകണമെന്നില്ല. പെൻഷൻ വർധന സംബന്ധിച്ച് അന്തിമ തീരുമാനം വരുന്നതുവരെ നിലവിലുള്ള വിതരണം പഴയ രീതിയിൽ തന്നെ തുടരുമെന്നാണ് നിലവിലെ സ്ഥിതി സൂചിപ്പിക്കുന്നത്. പുതിയ ഉത്തരവ് വന്നാൽ ആരൊക്കെയാണ് അർഹരാകുക, എപ്പോഴാണ് പ്രാബല്യത്തിൽ വരിക, വിതരണം എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കും. അതിനാൽ ഗുണഭോക്താക്കൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ: രേഖകൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക, സർക്കാർ ഔദ്യോഗികമായി അറിയിക്കും. അതുപോലെ തന്നെ സർക്കാർ അറിയിപ്പുകൾ മാത്രം പിന്തുടരുക, വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക ഉത്തരവുകൾ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്നത്തെ പ്രത്യേക വാർത്ത ഇതായിരുന്നു. കൂടുതൽ ഔദ്യോഗിക അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് പുതിയ വിവരങ്ങളുമായി വീണ്ടും എത്തും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.